ഹായ് ഫ്രണ്ട്സ്, ഒരു കുടുംബം എന്നത് മാതാപിതാക്കളും കുട്ടികളും ചേരുന്നതാണ്. ഒരു നല്ല മാതാവിനും പിതാവിനുമേ നല്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം എന്നാണ് ഈ വീഡിയോ വഴി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മാതാപിതാക്കൾ നല്ല കേൾവിക്കാർ ആയിരിക്കണം. അതായത് മക്കളുടെ കാര്യങ്ങൾ കേൾക്കാൻ മനസ്സുള്ളവരാകണം മാതാപിതാക്കൾ. ചില വീടുകളിൽ അച്ഛനായിരിക്കും സംസാരിക്കാനുള്ള അവകാശം, ബാക്കിയുള്ളവർ കേൾവിക്കാർ മാത്രമാകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ എല്ലാവരുടെയും അഭിപ്രായം ആരായുക. കുട്ടികൾ അവർക്ക് പറയാനുള്ളത് പറയട്ടെ. അവരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ എല്ലാം മാതാപിതാക്കളുമായി പങ്കുവയ്ക്കണം. സന്തോഷങ്ങളിൽ അവരുടെ കൂടെ സന്തോഷിക്കുകയും സങ്കടങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് വഴി നല്ലൊരു ബന്ധത്തിലേക്ക് ആ കുടുംബം മാറുന്നു. എപ്പോഴും മക്കളെ ഉപദേശിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഉപദേശം കൊടുക്കാതെ ഇരിക്കുക. അവരുടെ സ്വാതന്ത്ര്യത്തിന് ചെയ്യാൻ വിടുക. തെറ്റ് കണ്ടാൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഉപദേശം എല്ലായ്പ്പോഴും സ്വീകാര്യമാകണമെന്നില്ല. കുട്ടികളുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അത് ഉപദേശത്തേക്കാൾ കൂടുതൽ ഗുണം ചെയ്തേക്കാം. കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി പ്രോത്സാഹിപ്പിക്കുക. തെറ്റുകൾ പറ്റാത്തവരായി ആരുമില്ല. തെറ്റ് പറ്റിയാൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറ്റപ്പെടുത്തലുകൾ എന്നും മനസ്സിനെ തളർത്തുന്നു. തെറ്റുപറ്റി പോട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, നമുക്കിനി ആവർത്തിക്കാതിരിക്കാൻ നോക്കാം. കളിയാക്കുന്നവർക്ക് മുന്നിൽ നല്ല കാര്യങ്ങൾ ചെയ്തു കാണിക്കാം, അല്ലെങ്കിൽ തോറ്റുപോയെടുത്ത് വിജയിച്ച് കാണിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുക. മാതാപിതാക്കളുടെ പ്രോത്സാഹനം കുട്ടികൾ എന്നും ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരെ പറഞ്ഞ് തിരുത്താൻ നോക്കുക. തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുക. എന്നും മാതാപിതാക്കളുടെ തീരുമാനത്തിനാവരുത് കുട്ടികളുടെ ജീവിതം. അവർക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുക. ഇഷ്ടമുള്ള വസ്ത്രം, ഭക്ഷണം, അങ്ങനെയെല്ലാം. എനിക്ക് പറ്റാത്തത് അവനെക്കൊണ്ട് ചെയ്യിക്കും എന്ന് പറയരുത്. അവരുടെ കൂടെ താല്പര്യം നോക്കുക. ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക. അടിച്ചമർത്തലുകൾ ഒഴിവാക്കുക. കുട്ടികളുമായി എന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. എത്ര തിരക്കുള്ള മാതാപിതാക്കളായാലും കുട്ടികളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അവരുടെ ചെറിയ സന്തോഷവും സങ്കടവും എല്ലാം കേൾക്കണം. അതുപോലെ പൊതുവായ കാര്യങ്ങൾ, അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. സാമൂഹിക കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ എല്ലാം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുക. ഇത് കുട്ടികളിലെ സാമൂഹിക ചിന്ത വളർത്താനും ബന്ധം ദൃഢമാക്കാനും സഹായിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്